മീഡിയ വണ്ണിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനമാണ് ദേശീയപാത എന്ന് പ്രേക്ഷകർക്ക് അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയപാതയിലൂടെ നമ്മുടെ നാടുകളിൽ എന്തൊക്കെ നടക്കുന്നു, ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, വോട്ടെടുപ്പിനെ എങ്ങനെ കാണുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത ഇന്നിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും ഒക്കെ കണ്ട ശേഷം മണ്ഡലത്തിലെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി ഈ ദേശീയപാത ടീം ഇന്ന് യാത്ര ചെയ്യും. എന്തായാലും നമുക്ക് അവിടെ നിന്ന് തത്സമയം തന്നെ വിവരങ്ങൾ എടുക്കാമെന്ന് തോന്നുന്നു. വടകരയിൽ നിന്ന് പ്രമോദ് രാമൻ ചേരുകയാണ്. പ്രമോദ, വടകരയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും വലിയ പ്രചാരണങ്ങൾ, അരയും തലയും മുറുക്കിയുള്ള പ്രചരണം അവിടെ നടക്കുകയാണെന്ന് അറിയാം. ഈ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പ്രമോദിനോട് ചോദിക്കാനുള്ളത്, കാരണം നല്ല വെയിലാണ്, ഈ സമയത്താണ് ദേശീയപാത ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. എങ്ങനെയാണ് ഈ ടീമിന് ഈ വെയിലുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ജിൽസി, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കാസർഗോഡ് നിന്ന് തുടങ്ങി മൂന്നാമത്തെ ദിവസം. എനിക്ക് തോന്നുന്നു ഞാൻ വന്ന സമയത്തൊന്നും ജിൽസി ഉണ്ടായിരുന്നില്ല ആങ്കറിങ്ങിൽ. ആദ്യത്തെ ദിവസം സേഫും ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ആവേശത്തോടെ തുടങ്ങി. പക്ഷേ ആവേശം കുറഞ്ഞു പോകാതിരിക്കാനുള്ള കഠിന ശ്രമം നടക്കുന്നുണ്ട്. വെയിലൊക്കെ ഉണ്ട്, നല്ലപോലെ വെള്ളം കുടിക്കുക, അത് തന്നെയാണ്. ബോട്ടിലുകളോളം വെള്ളം കുടിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ മാർഗമില്ല. എൻ്റെ കൂടെയുള്ള മഹേഷ് പോലൂരും ബിബിൻ ജെയിംസും അതുപോലെ തന്നെ നജാദിന് പിന്നെ നോമ്പായതുകൊണ്ട് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പോൾ വെള്ളം കുടിച്ചു മുന്നോട്ട് പോകുന്നു. സ്ഥാനാർത്ഥികളെ കൂടെ വെള്ളം കുടിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടെ പ്രമോദിന്റെ ഭാഗത്തുനിന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ശരി, ഇന്നിപ്പോൾ നമുക്ക് വടകരയിലത്തെ കാര്യങ്ങൾ അറിയാം. കാരണം വടകരയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എത്തുന്നു. മറുവശത്ത് വളരെ ശക്തിയായ സ്ഥാനാർത്ഥി തന്നെയാണ് ഉള്ളത്. നമുക്ക് ജനമനസ്സ് കൂടി അറിയണം, എങ്ങനെയാണ് വടകരയിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ്? ജിൽസി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ വടകരയിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അല്ലെങ്കിൽ തന്നെ മനസ്സിലാവും, വടകരയിൽ ഈ അപ്രതീക്ഷിതം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് പ്രകടമാണ്. ഇപ്പോൾ ഒട്ടും തന്നെ സംശയമില്ലാതിരുന്ന ആള് ശൈല ടീച്ചറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ കണ്ടിരുന്നത് തുടക്കത്തിലൊക്കെ ആദ്യം തന്നെ നമ്മൾ വിചാരിച്ച വടകര കെ മുരളീധരൻ മത്സരിക്കാൻ പോകുന്നു. ഏകദേശം അദ്ദേഹം എനിക്ക് കുറച്ചു നാൾ മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ പോലും അദ്ദേഹം പറഞ്ഞു, മത്സരിക്കുന്നുണ്ടെങ്കിൽ വടകരയിൽ നിന്ന് ഞാൻ വീണ്ടും, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല, പാർട്ടി പറഞ്ഞാൽ വടകരയിൽ വീണ്ടും മത്സരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച കെ മുരളീധരൻ്റെ കാര്യം ഉറപ്പായി എന്നുള്ളതായിരുന്നു ഉറപ്പിച്ചിരുന്നത്. അതിന് പുറമെ ശൈല ടീച്ചറും എന്നുള്ളതാണ്. അപ്പോൾ മുതിർന്ന രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു കട്ടപ്പോര് എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോഴാണ് അപ്രതീക്ഷിതം അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ രംഗപ്രവേശം ചെയ്യുന്നത്. അതുകൊണ്ട് CPM സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശൈല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല എന്ന് അവരുടെ വാക്കുകളിലും അവരുടെ ശരീരഭാഷയിലും നമുക്കറിയാം. പക്ഷേ ഇങ്ങേത്തലയ്ക്കൽ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ആവേശം അത് പ്രകടമാണ്. കാരണം നമ്മൾക്കിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെ ഒരു സംഗതി കാണാനുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ BJPയുടെ വോട്ട് ആര് വാങ്ങുമെന്നുള്ളത്. വടകര എപ്പോഴും അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ഒരു ചെറിയൊരു ദുഷ്പേര്, കോൺഗ്രസ് ലീഗ് BJP സഖ്യം എന്നൊരു ദുഷ്പേര് പണ്ട് വടകരയ്ക്ക് വന്നത് മൂലമുള്ള ഒരു സംഗതിയാണ്. എന്നിട്ടും ആ സഖ്യത്തെ തോൽപ്പിച്ചത് ഇടതുപക്ഷം. ആ തോൽപ്പിച്ച KP ഉണ്ണികൃഷ്ണനാണെന്ന് ജയിച്ചത്. അപ്പോൾ അങ്ങനെ വടകര ഈ കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തെ തോൽപ്പിച്ച പാരമ്പര്യം ഉണ്ടെന്നാണ് CPM എപ്പോഴും അവകാശപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ വിലപ്പോവില്ലെന്ന മട്ടിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വാശിയും വീറും ഒക്കെ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല, നമുക്ക് ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുറെ കൂടി അതിലേക്ക് പോകേണ്ടി വരും. ഇന്നലത്തെ കാര്യം ജിൽസി അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. CK പത്മനാഭന്റെ അഭിമുഖം, അദ്ദേഹം BJP നേതൃത്വത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടുള്ള അഭിമുഖമാണ് ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തത്. അതാണ് പല നിലയ്ക്കും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ദേശീയപാത അങ്ങനെ വാർത്തയുടെ ഒരു വലിയ തലക്കെട്ടുകളും കൊണ്ടാണ്, വാർത്തയുടെ തലക്കെട്ടുകളും ചുമന്നാണ് ദേശീയപാത മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും പ്രമോദ്, എന്തായാലും വാർത്തകളിൽ തലക്കെട്ടാകുന്ന വലിയ വാർത്തകൾ ദേശീയപാത ടീം അവിടെ നിന്ന് തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ CK പത്മനാഭൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. കാരണം അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയിൽ ഇപ്പോഴും ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് വന്നത്. ഇനിയും ധാരാളം വാർത്തകൾ, ഒപ്പം തന്നെ വടകരയുടെ ജനമനസ്സുകൂടെ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ദേശീയപാത ടീം യാത്ര തുടരുകയാണ്. എന്തായാലും യാത്രകൾ തുടരട്ടെ, നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്.